കാലിഫോർണിയ കടലിലെ വൻ ഭൂകമ്പം നൽകുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സാധ്യത തന്നെയാണ്. അമേരിക്കൻ തീരങ്ങളെ മുഴുവൻ കടലെടുക്കുന്ന കൂറ്റൻ സുനാമി സത്യമായേക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കുറഞ്ഞത് 14,000 പേരുടെയെങ്കിലും ജീവൻ എടുക്കുമെന്നാണ് ആശങ്ക. അതേസമയം അമേരിക്കയിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്ന് ഹോണോലുലുവിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിരുന്നു. എങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയ തീരത്തുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയത്. കാലിഫോർണിയ ഒറിഗോൺ തീരപ്രദേശങ്ങളിലായിരുന്നു സുനാമി മുന്നറിയിപ്പ്. ഒറിഗോൺ അതിർത്തിക്ക് അടുത്തുള്ള തീരദേശ ഹംബോൾട്ട് കൗണ്ടിയിലെ ഒരു ചെറിയ നഗരമായ ഫെയിൻഡെയിൽ പ്രാദേശിക സമയം രാവിലെ 10:44 റിക്ടർ സ്കെയിലിൽ 7.0 തീവ്രതയിൽ ഭൂചലനം രേഖപ്പെടുത്തിയത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 300 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന തീരങ്ങളിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത്. തീരപ്രദേശത്തിന് സമീപത്തുള്ളവർ അപകട സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. പെട്രോളിയ, സ്കോട്ടിയ, കോബ് എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലും ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു. ഭൂചലനത്തിൽ ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ തിരമാലകൾ നിങ്ങളുടെ സമീപ തീരങ്ങളെ ബാധിച്ചേക്കാം. തീരദേശ ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാടുകളിലേക്കോ നീങ്ങുക. മടങ്ങിയെത്താൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതുവരെ തീരത്തുനിന്ന് അകന്നു നിൽക്കുക എന്നായിരുന്നു മുന്നറിയിപ്പ്. എന്തായാലും സുനാമി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് പരിഭ്രാന്തരായ ജനം സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടി പലായനം തുടങ്ങിയിരുന്നു. പിന്നാലെയാണ് സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ച് അറിയിപ്പുകൾ വന്നത്. 5.3 ദശലക്ഷം ആളുകളെ ബാധിക്കുമെന്നറിയിച്ച സുനാമി പിൻവലിച്ചതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. എന്തായാലും അമേരിക്കയിലെ വടക്കൻ കാലിഫോർണിയ തീരത്താണ് കഴിഞ്ഞ ദിവസം ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഒരു ഭൂചലനം തന്നെയാണ് അന്ന് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ സമയം രാത്രി 12:14 ഭൂചലനം ഉണ്ടായത്. US-ലെ ദേശീയ സുനാമി കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാലിഫോർണിയ, ഒറിഗോൺ തീരപ്രദേശങ്ങളിലെ സുനാമി മുന്നറിയിപ്പ് ഉടൻ തന്നെ പിൻവലിക്കുകയും ചെയ്തു. അതേസമയം ആർക്കും പരിക്കുപറ്റിയിട്ടില്ല. നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ. ആളുകൾ കൂട്ടപലായനമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങളെല്ലാം തിരിച്ചു വരുന്ന അവസ്ഥയാണ്. തുടർച്ചയായിട്ടുള്ള ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളിൽ ജനങ്ങൾ അതീവ ജാഗ്രതയിൽ തന്നെയാണ്. കറക്റ്റായിട്ടുള്ള ഒരു സുരക്ഷാ മുന്നറിയിപ്പും ഇവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള മുൻകരുതൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത്.